ഹേയോൾ ഉച്ചയൂണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങാനായിട്ട് കിടന്നതായിരുന്നു. കണ്ണു തുറന്നപ്പോഴത്തേക്കും സമയം 5:30 കഴിഞ്ഞു. പിന്നെ പെട്ടെന്നൊന്ന് കുളിച്ച് റെഡിയായി വിളക്ക് കത്തിക്കാനായിട്ട് വന്നു. എന്നും ഇങ്ങനെ ഞാനായിരിക്കില്ല വിളക്ക് കത്തിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ അച്ഛനാണ് വിളക്ക് കത്തിക്കുന്നതൊക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനും ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ ധൂപത്തിരിയൊക്കെ കത്തിച്ച് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പുകയും സ്മെല്ലും ഒക്കെ വീട് ഫുള്ളങ്ങ് നിറയും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണത്. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഡിന്നറിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. ഡിന്നർ ഇവിടെ നേരത്തെ കഴിയും. ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. ഇവിടെ പൊതുവേ അങ്ങനെയാണ്. പക്ഷേ വീട്ടിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും 8 മണിക്കൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കണോ വേണ്ടിയൊന്ന് ആലോചിക്കുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കിയെടുത്തു. ഇന്നിപ്പോൾ അധികം ആളുകളൊന്നുമില്ല ഡിന്നർ കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സിമ്പിളാക്കി ചെയ്യാമെന്ന് കരുതി. അതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നേരത്തെ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകിയ അരി കുതിർത്തതും തേങ്ങയും ഇച്ചിരി ചോറും ഈസ്റ്റും ഒക്കെ കൂടി നല്ലോണം അരച്ച് അപ്പത്തിൻ്റെ ബാറ്ററൊന്ന് റെഡിയാക്കി രാത്രി തന്നെ വെക്കണം. എങ്കിലേ രാവിലത്തേക്ക് അപ്പം ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ ജോലികളൊക്കെ കഴിയും.